പ്രതിഷേധം ഗുണകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പ്രതിഷേധം ശക്തമായാലേ ഇതിന് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗോൾവാക്കർ വിചാരധാരയിലെ തൊട്ടുകൂടായ്മയും തീണ്ടലും ഒക്കെ തിരിച്ചു വരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് അദ്ദേഹം ഒരു ഐഡിയൽ ഇന്ത്യ എന്ന സങ്കല്പത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഈ മിഷണറിമാരും കന്യാസ്ത്രീകളും പുരോഹിതന്മാരും ഒക്കെ വടക്കേ ഇന്ത്യയിൽ പോകുന്നത് അവിടെ ഇന്ന് നിലനിൽക്കുന്ന തൊട്ടുകൂടായ്മയും സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങളും ഒക്കെ ഇല്ലാതാക്കുവാനും അവർക്ക് വിദ്യാഭ്യാസവും അക്ഷരാഭ്യാസവും ജോലിയും മാന്യതയും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ്. അത് മനസ്സിലാക്കുന്നവരാണ് ഈ ഗോൾവാക്കറിൻ്റെ വിചാരധാര പിന്തുടരുന്നവർ അതൊരു വലിയ ഭീഷണിയായിട്ട് കാണുന്നതും അതിനെ ഏതു വിധേനയും ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും. അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ശക്തമായിട്ട് ക്രിസ്തുമതത്തിലും വിശ്വാസത്തിലുമൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നവർ സഭയും സഭാ നേതാക്കളുമൊക്കെ ശക്തമായിട്ട് പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇതിനൊരവസാനം ഉണ്ടാവുകയില്ല. വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തെ ഗൗരവമായിട്ട് തന്നെ സഭകളും ന്യൂനപക്ഷങ്ങളും എല്ലാ ന്യൂനപക്ഷങ്ങളും ഒരുമിച്ച് നിന്ന് ഈ കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കേണ്ടതും ആണെന്നാണ് എൻ്റെ വിചാരം.